TK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള രണ്ട് അപ്ഡേറ്റുകളും കൂടാതെ തന്നെ ISLനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെ സൂപ്പർ താരമായ അഡ്രിയ ലൂണയെ കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കർ ആയിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചുമാണ്. ഇനി മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ISL ഒരു പുതിയ നിയമം വരാൻ പോവുകയാണ്. ആ ഒരു നിയമത്തെ കുറിച്ചാണ് അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ഒരു ന്യൂസ് ആണ്. നമ്മൾ ഇത് ചെയ്യാൻ ലേറ്റ് ആയി പോയി എന്ന് മാത്രം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നെടുന്തൂണാണ് അഡ്രിയാൻ ലൂണ എന്ന ഉറുഗ്വേൻ മജീഷ്യൻ. അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാർ പുതുക്കിയെന്ന് ഒഫീഷ്യലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും 2027 വരെയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 3 സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന് മൈതാനത്തകത്തും പുറത്തും ക്ലബിന് വേണ്ടിയിട്ട് അസാധ്യമായ പ്രകടനമായിരുന്നു ലൂണ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ലൂണയുടെ കരാർ നീട്ടിയതിലൂടെ ശക്തവും സുസ്ഥിരവുമായ അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള ക്ലബിന്റെ ലക്ഷ്യം തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ലീഗിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC അഡ്രിയ ലൂണയ്ക്കൊപ്പം അവിസ്മരണീയമായ നിരവധി നിമിഷങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്ലബിന്റെ വിജയത്തിന് സഹായിക്കുമെന്ന് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണയുടെ കരാർ 2027 വരെ നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ലൂണയുടെ കരാർ നീട്ടിയതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഒരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. അതെ, ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായുള്ള ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ കരാർ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്ട്രൈക്കറായ അഥവാ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വിട്ടു എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വെറും ഒരു റിപ്പോർട്ട് മാത്രമായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് തന്നെ ഈ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടിട്ടുമുണ്ടായിരുന്നു. ദിമി ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. 4ഓളം ISL ക്ലബ്ബുകൾ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ ശ്രമിക്കുന്നുമുണ്ട്. ദിമിയുമായി അവസാന ദിവസങ്ങളിൽ ബംഗളൂരു FCയും ചർച്ചകൾ നടത്തിയതായി നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഈ ഒരു സീസണിൽ അവസാനം വരെയാണ് ദിമിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. താരത്തിന്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനൊന്നും വിജയം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സീസൺ ISLൽ 13 ഗോളുകൾ അടിച്ച് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആയിരുന്നു ISLലെ 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുണ്ടായിരുന്നത്. 44 മത്സരങ്ങൾ കളിച്ച ദിമിത്രിയോസ് ഡയമൻഡക്കോസ് 28 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന് വേണ്ടിയിട്ട് ഇതുവരെ നേടിയിട്ടുണ്ട്. അതുകൂടാതെ 7 അസിസ്റ്റും ഇതിനോടകം തന്നെ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതേസമയം ഇനി ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതൊരൊറ്റ കാരണമേ ഉള്ളൂ. ലൂണയുടെ കരാറിൽ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ലൂണയേക്കാൾ വലിയ പ്രതിഫലം വാങ്ങുന്ന ഒരാളും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ സാലറി ഇനി കൂട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയില്ല. ആ കാരണം കൊണ്ട് തന്നെയാണ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും നമുക്ക് മൂന്നാമത്തെ ഒരു വാർത്തയിലേക്ക് കടക്കാം. അതെ, ISLലെ പുതിയൊരു വ്യവസ്ഥ അഥവാ ഒരു പുതിയ നിയമത്തെ കുറിച്ച്. നമുക്കറിയാം എല്ലാ ടീമിലേക്കും സൈൻ ചെയ്യുന്ന താരങ്ങളിൽ വിദേശ താരങ്ങളിൽ ഒരു താരം മാത്രം ഏഷ്യൻ താരം ആവണമെന്ന നിർബന്ധം കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള സീസണുകളിൽ അത് ഉണ്ടാവില്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഇനി അങ്ങോട്ട് ഒരു ടീമിന് 2 സൂപ്പർ താരങ്ങളെ ISL നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ പണം നൽകിക്കൊണ്ട് ടീമിലേക്ക് എത്തിക്കാമെന്നും പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.